ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DSERA തിയേറ്ററിലെത്തിയിട്ട് ആദ്യ ചൊവ്വാഴ്ചയും 5ാമത്തെ ദിവസവുമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് 5ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും മികച്ച ബുക്കിംഗ്, അതായത് മണിക്കൂറിൽ 5000-ന് മുകളിൽ ടിക്കറ്റാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ 4ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് വിശദമായി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 4ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,85,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 18,23,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി 5,36,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 44 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. 5ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,40,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 20,25,00,000 റേഞ്ചിലാണ്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 49 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 6ാം ദിവസമായ നാളെ ബുധനാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 50 കോടി ക്ലബിൽ എത്തപ്പെടുന്നതുമാണ്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 19 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 19 ദിവസം കൊണ്ട് കേരളത്തിൽ 11,10,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 45 ലക്ഷം ഉൾപ്പെടെ 11,55,00,000 രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി 6,20,00,000 ഡോളറാണ് നേടിയെടുത്തിട്ടുള്ളത്. അതായത് 5,50,00,000 രൂപ. ടോട്ടൽ 19 ദിവസം കൊണ്ട് 17,05,00,000 രൂപയാണ് ലോകമെമ്പാടുമായി സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. പ്രഭാസ് നായകനായി SS രാജമൗലി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യ റിലീസ് ചിത്രമാണ് ബാഹുബലി ദി എപ്പിക്. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം കൊണ്ട് 96 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. 5ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച കേരളത്തിൽ 8 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നപ്പോൾ 42,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ കളക്ഷൻ 45 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചാപ്റ്ററായ തമ്മ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 15 ദിവസമാണ് പിന്നിടുന്നത്. ആദിത്യ സർപോദ്കർ സംവിധാനം ചെയ്ത് ഒക്ടോബർ 21 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ആഷ്മ ഖുറാന, ജസ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദീഖി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ 14 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കേരള കളക്ഷനായി 40 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 145,65,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 14 ദിവസത്തെ വിദേശ കളക്ഷൻ 23,10,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 168,75,00,000 രൂപയുമാണ്. 15ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 170 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ്. തമ്മയോടൊപ്പം ഒക്ടോബർ 21 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ 2ാമത്തെ ബോളിവുഡ് സിനിമയാണ് ഏക് ദീവാനെ കി ദീവാനിയത്ത്. നിലവിൽ ഡെയിലി കളക്ഷനിൽ തമ്മയെ മറികടന്നുള്ള കളക്ഷനാണ് ഏക് ദീവാനെ കി ദീവാനിയത്ത് ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സിനിമ നിലവിൽ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസം കൊണ്ട് 78,25,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 14 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 10,75,00,000 രൂപയുമാണ്. ടോട്ടൽ 89 കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള 14 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത്. 15ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 15 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 92 കോടിയിലേക്കാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 30 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.